ഇത് മാസ് മോട്ടോഴ്സിൽ നിന്നാണ്. നമ്മുടെ ഹോണ്ട ആക്റ്റീവ BS6 മോഡൽ വണ്ടിയാണ്, ആക്റ്റീവ് 125. അത് സ്റ്റാർട്ട് ആവാനായിട്ടൊരു ബുദ്ധിമുട്ട്, സെൽഫിൻ്റെ കംപ്ലൈൻ്റ് ആയിട്ട് വന്നതാണ്. നമ്മളത് ചെക്ക് ചെയ്യുമ്പോണ്ടല്ലോ ഓൾറെഡി ബാറ്ററിയുടെയാണ് കംപ്ലൈൻറ്റ് കേട്ടോ. അപ്പോൾ ഇതുമ്പോൾ ഇരിക്കുന്ന ബാറ്ററി ടാറ്റയുടെ ബാറ്ററിയാണ്. 6 ആംപിയർ തന്നെ ബാറ്ററിയാണ്, 12 വോൾട്ടിൻ്റെ 6 ആംപിയർ തന്നെ ബാറ്ററി ഇരിക്കുന്നത്. നമ്മൾ ബാറ്ററി ഒന്ന് ടെസ്റ്റ് ചെയ്തിട്ട് അതിൻ്റെ ഒരു റിപ്പോർട്ട് ഒന്ന് കാണിച്ചു തരാം. നമുക്ക് വോൾട്ട് ചെക്ക് ചെയ്യുമ്പോൾ കറക്റ്റ് 12.5 വോൾട്ട് ഉണ്ട്. അതായത് 12 വോൾട്ട് ബാറ്ററിക്ക് ഓൾറെഡി വോൾട്ട് കാണിക്കുന്നുണ്ട്. നമ്മൾ ബാറ്ററി ടെസ്റ്റിലേക്ക് വിടാണ്, ടെസ്റ്റ് മോഡിലേക്ക് വിടുന്ന സമയത്ത് ഓൾറെഡി ബാറ്ററി കംപ്ലൈൻ്റ് ആയിട്ട് കാണിക്കും. ഇപ്പോൾ നോക്കിയോ, ഇത് ഓൾറെഡി കംപ്ലൈൻ്റ് ആണ് കേട്ടോ. കാരണം വെച്ചാൽ ഇതിങ്ങനെ കാണിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് നമുക്ക് സെൽഫ് എടുക്കാനായിട്ട് ഇപ്പോൾ ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ പ്രോപ്പറായിട്ട് വർക്ക് ചെയ്യും. അതിന് ജസ്റ്റ് വോൾട്ട് മതി. ഇപ്പോൾ ഹോണൊക്കെ അടിച്ചാലും കറക്റ്റായിട്ട് ഹോണൊക്കെ വർക്ക് ചെയ്യും. പക്ഷേ സെൽഫ് എടുക്കണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആംപിയർ മാച്ചായി കിട്ടണം ബാറ്ററിക്ക്. അപ്പോൾ ഓൾറെഡി കംപ്ലൈൻ്റ് ആണ്. അപ്പോൾ നമുക്കത് മാറ്റി വയ്ക്കേണ്ടി വരും. അപ്പോൾ നമ്മൾ ആമറോണിൻ്റെ ബാറ്ററിയാണ് വയ്ക്കുന്നത്. ആമറോണിൻ്റെ ബാറ്ററി എന്ന് പറയുമ്പോൾ 12 വോൾട്ടിൻ്റെ തന്നെ 6 ആംപിയറിൻ്റെ ബാറ്ററി തന്നെയാണ്. നമുക്ക് അതിന് വന്ന 1572 രൂപ നമുക്ക് അതിൻ്റെ MRP തന്നെ കേട്ടോ. പിന്നെ അത് ശരിക്കും നമുക്കതിൻ്റെ ഈ ബാറ്ററി ആയിട്ട് എക്സ്ചേഞ്ച് ചെയ്യുമ്പോൾ അതിൻ്റേതായിട്ടുള്ള ഡിസ്കൗണ്ട് റേറ്റ് ഉണ്ടാവും. അപ്പോൾ അതനുസരിച്ചിട്ടുള്ള എമൗണ്ട് വരും. അപ്പോൾ ഞാൻ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് എമൗണ്ട് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസും കൂടി ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്ത് തരാം കേട്ടോ. അതേപോലെ തന്നെ അത്യാവശ്യം ഒന്ന് മൈനർ ചെക്കപ്പ് കേട്ടോ. പിന്നെ ഓട്ടോ ഓഫ് ഒന്നും കറക്റ്റായിട്ട് വർക്ക് ചെയ്യില്ല എന്നൊരു കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ടായിരുന്നു. പിന്നെ അതേപോലെ തന്നെ ഒന്ന് ഓടിച്ച് നോക്കിയിട്ട് അത്യാവശ്യം നമുക്ക് വേണ്ട ഒരു മൈനർ വർക്കും കൂടി അതിനെ കൂട്ടത്തിക്കടെ ഓയിൽ ചെക്കപ്പ്, ബ്രേക്ക് കാര്യങ്ങളൊക്കെ നോക്കി അത്യാവശ്യം ഭാഗങ്ങൾ കൂടി ഒന്ന് ചെക്ക് ചെയ്തേക്കാം കേട്ടോ. അപ്പോൾ ഞാൻ അതടക്കമുള്ള ഒരു എസ്റ്റിമേറ്റ് നോക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് ഒന്ന് വാട്സാപ്പിലേക്ക് ഒന്ന് ഇട്ടേക്കാം കേട്ടോ. അപ്പോൾ നോക്കിയിട്ടൊന്ന് ഷെയർ ചെയ്ത് ഒന്ന് റിപ്ലൈ ഇടണേ. അതേപോലെ തന്നെ എൻ്റെ എസ്റ്റിമേറ്റ് എമൗണ്ട് കൂടി അതിനകത്തേക്ക് ഇട്ടേക്കാം. അത് കണ്ടതിന് ശേഷം ഒന്ന് റിപ്ലൈ ഇടണം കേട്ടോ.